പ്രാണ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള സംഗ്രഹം പ്രാണ അല്ലേ? അതെ. പ്രാണനുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, നമ്മളിവിടെ വന്നത്, നിങ്ങളെന്നെ ശ്രമിക്കുന്നത്. ഞാനിവിടെ എന്ന് പറഞ്ഞാൽ പ്രാണനുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഇപ്പൊ നിങ്ങളെല്ലാം ശ്രമിക്കുന്നത്, ഞാൻ നിങ്ങളോട് പ്രഘോഷിക്കുന്നത് പ്രാണനുള്ളതുകൊണ്ടാണ്. പ്രാണനാണ് ഈ സർവ പ്രപഞ്ചത്തിനെയും കലർത്തിക്കൊണ്ട് പോകുന്നത്. ഇത് നമ്മളിലെല്ലാം നിലനിൽക്കുന്ന ഒന്നാണ്. ഇതിനെയാണ് നാം അറിയേണ്ടത്. ഇത് തന്നെയാണ് വാസ്തവത്തില് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിൽ ഈ കയറി വരുന്ന പ്രാണനാണ്. അത് അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാനൊരു പ്രയാസം വരും. ഈശ്വരൻ എന്ന് പറയുന്നത് വേറെ എവിടെയോ വികാരിയായി നിന്ന് നമ്മൾ ഭരിക്കുന്ന ഒരാളാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബൈബിൾ എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം മനുഷ്യനെ മണ്ണ് കൊണ്ട് മെനഞ്ഞെടുത്തു, അവന്റെ നാസാദ്വാരത്തിലേക്ക് ഊതിയപ്പോൾ അവൻ ജീവനുള്ളതായി തീർന്നു എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആ പ്രാണശക്തിയാണ് നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നാം അറിയേണ്ടത്. നമ്മളിലൊരു ചൊല്ലുണ്ട്, ഊതിയോട് ഉത്തരങ്ങളെ സിദ്ധനെന്ന്. ആരാണ് ഊതി നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്നത്, ആ ഊത്തിനെ അറിയുന്നവനാണ് സിദ്ധർ. സിദ്ധർ മീൻസ് സെയിന്റ് എന്നും അർത്ഥമുണ്ട്, സിദ്ധി ഉള്ളവൻ എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ വാസ്തവത്തിൽ ഇതിനെ ആരെങ്കിലും അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? ഒരാളും ഇതിനെ അറിയാനല്ല നോക്കുന്നത്. നമ്മൾ പുറത്ത് നടന്ന് പലതും അറിയാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പറയുന്നത്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് എനിക്ക് പിതാവ് അന്വേഷിക്കുന്നത് എന്നാണ് ക്രിസ്തു പറഞ്ഞത്. ആരോട്? ഒരു വിജാതീയ സ്ത്രീയോടാണ് ഇത് പറഞ്ഞത്. ഈ സത്യം മനസ്സിലായ? ഇതിനെയാണ് നമ്മൾ അറിയേണ്ടത്. ഈ സത്യം അറിഞ്ഞ് സ്വതന്ത്രനാകാനാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ പോകുന്നത് എല്ലാം റിച്വൽസ് പാതയിലൂടെയാണ്. അതായത് നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാത്ത ഒരു ജീവിതക്രമം നമ്മൾ ശീലിച്ചിട്ടില്ല. നമ്മൾ ശീലിക്കേണ്ടത് വാസ്തവത്തിൽ നമ്മളെ അറിയുന്നതാണ്. നമ്മളറിയാതെ നമ്മളെ ലോകം മുഴുവനും നടന്ന് എത്ര കാലം നമ്മൾ നടന്നാലും നമ്മളെ അറിയാതെ. ഉദാഹരണത്തിന് നമ്മളുടെ ആരാധനാക്രമത്തിൽ, നമ്മളുടെ കുർബാനാക്രമത്തിൽ, ഇപ്പൊ നമ്മളുടെ ഈ പ്രായത്തിൽ ഇവിടെ 60 വയസ്സ് കഴിഞ്ഞാലായിരിക്കും എന്ന് വിചാരിക്കും എല്ലാവരും. 60 വയസ്സിൽ തലമുറകളുണ്ട്. അതെ. അപ്പോ ലത്തീൻ ഗ്രീക്കിലെ കുർബാനാക്രമത്തില് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അതായത് ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി എന്ന് പുരോഹിതൻ പറയുന്നു. നമ്മളവിടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇതാ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. പ്രായം മുഴുവൻ പറയുന്നത് ആരുടെയും ഉയർന്ന ഒരാളുടെ ഉയർന്നതായിട്ട് ഞാൻ കണ്ടില്ല. അച്ഛനെയും ഉയർന്നില്ല, അവിടെ പോയി നിൽക്കുന്ന അന്മാരെയും ഉയർന്നില്ല. അപ്പൊ ഇത് ഉയരണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിൽ കയറി ഇറങ്ങുന്ന ഈ പ്രാണനെ അറിയണം. അതുകൊണ്ടാണ് അഗസ്ത്യർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഊതിയോട് ഉത്തരങ്ങളെ അത് അദ്ദേഹത്തിന് തന്നെ വേറെ വാക്കാണ്. ഊതിയോട് ഉത്തരങ്ങളെ സിദ്ധർ. അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്, മൂച്ചൊടുങ്ങി പോണ ഇടം ആരും കാണാൻ, മൂച്ചൊടുങ്ങി പോണ ഇടം ആരും കാണാൻ, മോക്ഷാദിന് അനകാതി ഇരിപ്പും കാണാൻ, മൂച്ചപ്പ ദൈവം എന്തായാലും അറിയിക്കുന്ന മുനിലേരോ ഋഷിയിലേരി ഇപ്പടിയെന്നാണ്. മൂച്ചെന്ന് പറഞ്ഞാൽ പ്രാണൻ, വായു. ഇത് ഒടുങ്ങിപ്പോകുന്ന സ്ഥലം ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല ലോകത്ത്. ശാസ്ത്രം പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ വായു ബഹിഷ്കരിച്ച പാത്രത്തിലൊക്കെ വെച്ച് നോക്കിയിട്ട് ഇത് പോകുമ്പോൾ ഒരു പ്രകാശം പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വ്യക്തമല്ല. ഇത് ഒരു മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സ്വർഗവും നരകവും ഇന്ന് വരെ ഒരാൾ കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാണൻ, ഈ വായു, ഇതാണ് നിന്നിൽ കയറി ഇറങ്ങുന്ന ഈശ്വരൻ. അതാണ് യഹോവ നമ്മൾ സൃഷ്ടിച്ച സമയത്ത് നമ്മളിലേക്ക് ഊതിക്കയറ്റിയത്. ഇതിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇതറിഞ്ഞാൽ വാസ്തവത്തിൽ സാക്ഷാത്കാരമായി.
ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇത് എങ്ങനെ അറിയും? ഇത് നമ്മൾ വലിയ പുസ്തകങ്ങളോ പിന്നെ ഈ ഗ്രന്ഥങ്ങളോ ഒന്നും വായിച്ചാൽ ഇത് അറിയാൻ പറ്റില്ല. അതിന് തന്നെ അവനവൻ സ്വസ്ഥനായി ശാന്തനായി ഒരു സ്ഥലത്തിരുന്ന് ബൈബിൾ സങ്കീർത്തനം 46:10 പറയുന്നു, "Be still and know that I am God." മൗനിയായിരുന്ന് നാം ഈശ്വരനാണെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്ന ആ തലത്തിലേക്ക് വന്ന് ഒരു സ്ഥലത്ത് ശാന്തമായിരുന്ന് നമ്മളിൽ കയറി ഇറങ്ങുന്ന പ്രാണനെ തിരിച്ചറിയുക. ഇത് തന്നെയാണ് നമ്മളുടെ ഈ ബുദ്ധഭഗവാന്റെ അനപന മെഡിറ്റേഷനിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രാണനെ തിരിച്ചറിയാനെന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു, ഇറങ്ങുന്നു. ഇതിനെ വാച്ച് ചെയ്യാൻ, ഇതിനെ വാച്ച് ചെയ്ത് നമ്മളെ തിരിച്ചറിയണം. അതറിയുമ്പോൾ വാസ്തവത്തിൽ നമ്മളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മളിലേക്ക് വരും. ഇതിനെയാണ് നാം അറിയേണ്ടത്. ഇതിനെ ആരും അറിയാൻ ശ്രമിക്കാതെ നമ്മൾ ഇതിനെ പരക്കുമ്പോൾ അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, അവിടെ ഈശ്വരൻ, ഇവിടെ ഈശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഓടിയത്. വാസ്തവത്തിൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ. അതുകൊണ്ടല്ലേ യേശുക്രിസ്തു പറഞ്ഞത്, സ്വർഗരാജ്യം നിന്റെ ഉള്ളിൽ തന്നെയാണ്. സ്വർഗത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്, അത് നിന്റെ ഉള്ളിൽ തന്നെയാണ്. കൃഷ്ണഭഗവാൻ അർജുനനോട് പറഞ്ഞു, ഈശ്വരൻ സർവഭൂതാനാം ഹൃദയസർജനനിഷ്ഠതയിൽ. ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു അർജുനാൻ. അപ്പോൾ ഈ ഹൃദയം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതല്ല കേട്ടോ. ഹൃദയം ഇത് പബ്ലിക് സ്റ്റേഷനാണ്. ഹൃദയം നമ്മുടെ ശരീരത്തിൽ ഈ ഭാഗത്താണ്, ഭൂമധ്യത്തിലാണ് ഹൃദയം ഇരിക്കുന്നത്. അവിടെയാണ് വാസ്തവത്തില് നമ്മളുടെ ഈ പ്രാണവായു ചുഴിഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഇതാണ് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ശക്തിയായ ആഘാതം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് മരണം സംഭവിക്കും. നല്ല മർമ്മങ്ങൾ അറിയാവുന്ന ഒരാള് നമ്മളെ ആക്രമിക്കാൻ ഒരാൾ വരികയാണെങ്കിൽ ശക്തമായി ഇവിടെ ഒരു പ്രകടനം കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടെ അവർക്ക് പണിപ്പെട്ട് തീരും. മനസ്സിലായോ? അപ്പോൾ ഇത് പ്രാണൻ ചുഴിഞ്ഞു നിൽക്കുന്ന വശമാണ്. അത് കൂടാതെ തന്നെ പ്രാണൻ ഇങ്ങനെ മാറി മാറി കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുണ്ട് ഒരു ദിവസത്തില്. ഇപ്പൊ ഇന്ന് 16-ാം തീയതി, ഇന്ന് അത്തമാണ്, ഇന്നിപ്പോ മണി 2:30 മണി. പുരുഷന് ഇന്ന സ്ഥലത്തും സ്ത്രീക്ക് ഇന്ന സ്ഥലത്തും പ്രാണൻ നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് വെറുതെ പിടിച്ചിട്ട് നിങ്ങൾ ഞെക്കിയ പണി കിട്ടുന്നത്. അത് അഗസ്ത്യന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അഗസ്ത്യൻ പറയുന്നത്. അവിടെയാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മർമ്മം നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും നമ്മൾ അസ്ട്രോളജി ഒപ്പം തന്നെ ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പുരുഷൻ ഇന്ന സ്ഥലത്തായിരിക്കും ഈ സമയത്ത്, 2:30 മണി കഴിഞ്ഞ സമയത്ത് ഇന്ന സ്ഥലത്ത്, സ്ത്രീക്ക് ഇന്ന സ്ഥലത്ത് നിന്നുണ്ട്. അവിടെ പിടിച്ചൊരു നെക്കിയ മതി, പരിപാടി തീർത്തിരിക്കുവാണ്. ബോധം കെട്ടുപോകും. ഒരു അല്പസമയം കഴിഞ്ഞ ആൾ മരണത്തിലേക്ക് പോകും. എന്നാൽ അതിന്റെ തന്നെ 8ാമത്തെ സ്ഥാനമുണ്ട്. അതിന് വിഷകല എന്നാണ് പറയുന്നത്. ഇതിന് അമൃതകല എന്നാ പറയുന്നത്. അതിന് വിഷകല എന്നാ പറയുന്നത്. അവിടെ പിടിച്ച് നിൽക്കുക, ആളെ എഴുന്നേൽക്കുകയും ചെയ്യും. അതാണ് അതിന്റെ സയൻസ്. മനസ്സിലായോ? ഇതെല്ലാം നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മുടെ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ എത്രയോ വിസ്മയപരമാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശരീരം. ഇതിനെ നമ്മൾ അറിയുന്നല്ലോ. നമ്മൾ ആരും ഇതിനെ അറിയാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ വേറെ അറിയാൻ പോവുകയും മറ്റു പുസ്തകങ്ങൾ പഠിക്കാൻ പോവുകയും. നമ്മൾ അറിയേണ്ടത് നമ്മളെ തന്നെയാണ്. തന്നെ താൻ അറിഞ്ഞാൽ താൻ ലോകത്തെ മുഴുവനും അറിയും. നമ്മളെയല്ല അറിയുന്നത്. നമ്മളൊരു 10, 60, 70, 80, 90, 100 കൊല്ലം ജീവിച്ചപ്പോഴും നാം ആരാണെന്ന് തിരിച്ചറിയാതെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവുകയാണ് വാസ്തവത്തിൽ ചെയ്യും. അഗസ്ത്യൻ പറയുന്നൊരു കാര്യമുണ്ട്, താനെന്റെ തത്വങ്ങൾ 96 തലമറിഞ്ഞ് ചെയ്തവർക്ക് തവങ്ങൾ വേണ്ടുമെന്ന് പറയുന്നത്. നാലെന്റെ നിലമെല്ലാം തള്ള വേണ്ടും, നാടിനിലേക്ക് കുടിയേറുന്നത് തേറ വേണ്ടും, നിർമ്മലമായി പുരുകത്തിൽ സൂക്ഷം വേണ്ടും, കൂരന്റെ പെരിയോരെ വണങ്ക വേണ്ടും, വരുന്നവരെ ഗുരുതാൽക്കാര് ഗുരു ഇരിപ്പതും ഉള്ളത്തിലെ കോളൽ അറുപ്പതും തന്നിക്കുള്ളിൽ പൊരുളിരിപ്പതറിയാതെ സ്ഫുടം കൂടുവന്നിട്ട് ഞാനെപ്പോഴും. അവിടെയാണ് എന്റെ മലയാള അർത്ഥം പറയാം. താനെന്റെ തത്വങ്ങൾ, മനുഷ്യ ജീവിതം 96 തത്വങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. നമ്മളറിയാമോ? ആർക്കെങ്കിലും അറിയാമോ ഈ 96 തത്വങ്ങൾ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ നമ്മുടെ ശരീരത്തിന് 96 തത്വങ്ങളെ കാണും? ഏതെങ്കിലും തത്വം പറയാൻ പറ്റും? അറിയാമോ? അപ്പൊ ഇത്രയും കാലം നമ്മൾ എന്താ പഠിച്ചത്? എന്നെ കുറിച്ച് പഠിക്കാതെ നമ്മൾ എവിടെയാണ് പഠിച്ചത്? ആദ്യം പഠിക്കേണ്ടത് നമ്മളെ കുറിച്ചല്ലേ? അതിനൊക്കെ തത്വങ്ങളുണ്ട്.
പഞ്ചഭൂതം ശരിയാണ്. അതായത് 5 എലമെന്റ്സിനെ കൊണ്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിക്കുന്നത്. അതെ, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 96 തത്വങ്ങളെ കൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. ഈ 96 തത്വങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരാള് അവൻ തപസ് അനുഷ്ഠിക്കണമെന്നാണ് അഗസ്ത്യർ പറയുന്നത്. കാരണം അത്രക്ക് ഗഹനമാണ്, നിഗൂഢമാണ്, അത്രക്ക് ശ്രമകരവുമാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് മനസ്സിലാവൂ നാം ആരാണെന്നും. ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കിയാൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവും. കാരണം എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന സിം ഒന്ന് തന്നെയാണ്. മാഷിനെ കണ്ടാ അറിയാം. സിംഹ മാഷിനെ കണ്ടാ സിംഹത്തിന്റെ തല പോലെ ആയിരിക്കുന്നത്. എനിക്ക് സിംഹം എന്നാ ഞാൻ കേട്ടത്. അത് കണ്ട സിംഹം എന്നാ കേട്ടത്. അപ്പൊ ഇത് ഒന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ സാറിന്റെ BSNL-ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളൊക്കെ BSNL-ന്റെ സിംഹകാരാണ്. എന്തായാലും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു സബ്ജക്റ്റിൽ നിന്നാണ്. ആകാശത്തിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണ് ഇതെല്ലാം സംഗതികൾ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ ഇതെന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. നാം നമ്മെ കുറിച്ച് അറിയണം. നമ്മെ കുറിച്ച് അറിയാതെ നമ്മളെ ലോകത്തെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മളാണ് അറിയേണ്ടത്. അതേ തപസ് അനുഷ്ഠിക്കണം എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ 10 വായുക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചകോശങ്ങള്, സപ്തനാഡികള്, ദശവായുക്കള്, പിന്നെ ബാക്കി എന്ന് പറഞ്ഞാലേ അതെ, പഞ്ചപ്രാണനുണ്ട്, 5 ഉപപ്രാണനുണ്ട്. ദശവായുക്കളിൽ തന്നെ ഉദാഹരണത്തിന് ഈ നമ്മുടെ കണ്ണ് അടയുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വായുക്കളാ. അതൊരു വായുവാണ് ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതായത് വായു എന്ന് പറയുന്നത് സംഹാരനാണ്. സൃഷ്ടിക്കുന്നത് വായുവാണ്, സ്ഥിതി ചെയ്യിക്കുന്നത് വായുവാണ്, നശിപ്പിക്കുന്നത് വായുവാണ്. ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു മെഴുകുതിരി ആ സ്റ്റാൻഡിൽ നമ്മൾ കത്തിച്ച് വെക്കണമെങ്കിൽ എന്ത് വേണം? വായു വേണം. അത് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? വായു വേണം. അത് കിടക്കുന്നതും വായു തന്നെ. ഒരു ഊത്ത്. മനസ്സിലായോ? അപ്പൊ വായു എന്ന് പറയുന്നത് സൃഷ്ടി സ്ഥിതി സംഹാര സ്വരൂപനാണ്. ഈ വായു തന്നെയാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ഗർഭപാത്രത്തിലേക്ക് ഒരു ശിശു ജനിക്കണമെങ്കിൽ അതിന് ഉപോത്പന്നമായി പ്രവർത്തിച്ചിട്ടുള്ളത് വായുവാണ്. അപാനവായുവാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ അപാനവായുവിന്റെ പ്രവർത്തനത്തിലാണ് ആ ബീജം ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ചെല്ലുന്നതും അതിനെ അവിടെ നിലനിർത്തുന്നതും. ആ അപാനം തന്നെയാണ് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അപ്പൊ വായുവാണ് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടാക്കുന്നു. ആരാണ് ചെയ്യുന്നത്? വായുവാണത്. അപാനനാണ് ജീവിക്കുന്നത്. അപാനം വികൃതമായി കഴിഞ്ഞാൽ മെൻസസ് ഉണ്ടാവില്ല ആ സ്ത്രീക്ക്. മനസ്സിലായില്ലേ? അപാനം നേരം നിന്നില്ലെങ്കിലും മൂത്രം പോകില്ല. അപാനം നേരം നിന്നില്ലെങ്കിലും മലം പോകില്ല. മുദ്രകളൊക്കെ ഒരുപാടുണ്ട്. അല്ലല്ല, കീഴ്ശ്വാസം പോണം. അപാനന്റെ ഗതി താഴേക്കാണ്. അതായത് നമ്മുടെ ഇവിടുന്ന് താഴേക്കാണ് അപാനന്റെ ഗതി വരുന്നത്. അപ്പൊ ഈ വായുക്കളാണ് നമ്മൾ നിലനിൽക്കുന്നത് ഓരോന്നിനും. ഇപ്പൊ സമാനം എന്ന് പറയുന്ന വായു പ്രവർത്തിച്ചില്ലെങ്കിൽ നാം കഴിക്കുന്ന അന്നം ഭക്ഷണം ദഹിച്ച് അത് രക്തമായി പരിണമിച്ച് ശരീരത്തിന്റെ ഓരോ കലകളിലേക്കും എത്തിക്കുന്ന ഡ്യൂട്ടി, കൃത്യമായി എത്തിക്കുന്ന ഡ്യൂട്ടി സമാനതയാണ്. അതുകൊണ്ടാണ് അവിടെ സമാന വായു എന്ന് പറയുന്നത്. മനസ്സിലായ? ഇവനാണ് സമമായിട്ട് അവിടെ എത്തിക്കുന്നത്. അവൻ വിചാരിക്കുകയാണ് എന്റെ ഈ ചെറുവനിലേക്ക് അടുത്ത ആഴ്ച മുന്നിൽ എത്തിക്കേണ്ടെന്ന് വെച്ചാൽ ചെറുവനിൽ സ്റ്റക്കായി പോകും. പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ അത് പ്രവർത്തിക്കാതെ കണ്ടിച്ച് കളഞ്ഞാൽ മതി. അത് പ്രവർത്തിക്കാതെ. അപ്പൊ ഇത് എന്താണ് കാര്യം? അപ്പൊ അതിന് നമ്മള് ആയുർവേദ ശാസ്ത്രപ്രകാരം പറയുന്നത് വാദം എന്ന രോഗമാണ് കാരണം എന്ന് പറയും. വാദം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ വായുവും താപവും കൂടി ചേർന്നതിനെ
അതായത് വായുവും ചൂടും കൂടി ചേരുന്നതിനാണ് വാദം എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്രവർത്തിക്കാതെ വരും. അതുകൊണ്ടാണ് വാദം എന്ന് പറയുന്നത്. വാദം നമ്മുടെ ശരീരത്തിൽ 80 വെറൈറ്റീസ് ഉണ്ട്. വായുമുദ്ര പിടിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്കെല്ലാം ഉപകരിക്കും. സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. ചില കാര്യങ്ങൾ ഈ വായുമുദ്ര അപാരവായുമുദ്ര പിടിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരാൾക്ക് വായുമുദ്ര പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാം. കാരണം വെച്ചാൽ അയാൾ നിലനിർത്തും ശരീരം. കാരണം എവിടെയാണ് ബ്ലോക്ക് വന്നിരിക്കുന്നത് ആ ബ്ലോക്കിനെ അത് റിലീസാക്കും. ഈ വായുമുദ്ര പിടിച്ചാൽ അത് പിടിക്കേണ്ടമാരെ വായുമുദ്ര പിടിക്കണം. എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. എന്തോ അതായത് ഉദാഹരണത്തിന് ഈ നമ്മുടെ ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ മടക്കിയിട്ട് ഈ തള്ളവിരലിന്റെ അടിയിലേക്ക് വെക്കുക. ഇങ്ങനെ മടക്കി, മനസ്സിലായോ? എന്നിട്ട് ഇങ്ങനെ ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ ഈ തള്ളവിരലിന്റെ അറ്റത്തേക്കും കുത്തിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഇതിനെയാണ് ഈ അപാനവായു മുദ്ര എന്ന് പറയുന്നത്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് ഒരു ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകുകയാണ്. വയറ് പെരുത്തു നിൽക്കുകയാണ്. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കുറെ വ്യത്യാസം വരും. 1 മണിക്കൂർ പിടിച്ചാൽ പൂർണ്ണമായ വ്യത്യാസം വരും. ഈ അപാനവായു മുദ്ര മനസ്സിലായി? ഈ മുദ്ര നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ ദിവസവും അസുഖം ഉണ്ടായില്ലെങ്കിലും ഈ മുദ്ര അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ പല പ്രോബ്ലംസിനും. എന്നാൽ ഈ മുദ്ര പിടിച്ചാൽ ഇത് വായുമുദ്ര എന്നാണ് പറയുന്നത്. ഈ മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ പെയിൻ ഉണ്ടെങ്കിൽ വേദനകളുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും. ഇങ്ങനെയുള്ള ഈ മുദ്ര, അതായത് ഈ ചൂണ്ടുവിരൽ മടക്കി തള്ളവിരലിന്റെ അടിയിലേക്ക് വെക്കുക. ഇങ്ങനെ ഈ മറ്റു വിരലുകൾ ഇങ്ങനെ നീക്കി പിടിക്കുക. ഇതിന് വായുമുദ്ര എന്നാണ്. മുദ്രകൾ ഒരുപാട് മുദ്രകളുണ്ട്. യോഗശാസ്ത്രം ഒരുപാട് മുദ്രകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ചില മുദ്രകൾ ഇതിനെല്ലാം കൂടെ ചെയ്യുന്നതാണ്. നമ്മുടെ വിരലുകളിൽ തന്നെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഇപ്പൊ വിരലിലാണല്ലോ നമ്മൾ തോണ്ടി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതുപോലെ നമ്മുടെ വിരലുകളിൽ നമ്മുടെ ശരീരത്തിന് നിയന്ത്രിക്കാൻ കഴിയും. അതനുസരിച്ച് ചെയ്യുവാൻ നമ്മുടെ ശരീരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് പഠിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നാം നമ്മെ കുറിച്ചാണ് പഠിക്കേണ്ടത്, നാം മറ്റുള്ളവരെ കുറിച്ചല്ല പഠിക്കേണ്ടത്. നാം മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ നാം അറിയേണ്ടതും പഠിക്കേണ്ടതും വാസ്തവത്തിൽ നമ്മളെ കുറിച്ചാണ്. നമ്മളെ അറിയാതെ, നമ്മളെ കുറിച്ച് മനസ്സിലാക്കാതെ ഈ ഭൂമിയിൽ നമ്മൾ കുറെ കാലം ജീവിച്ചു. അവസാനം നമ്മളെല്ലാം വാസ്തവത്തിൽ തമിഴിൽ പറഞ്ഞാൽ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. ചത്തുപോവാന്ന് പറഞ്ഞാൽ സത്തുപോവാന്നാണ് അതിന്റെ അർത്ഥം. സത്തുപോവുകയാണ് അവിടെ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ നമ്മളെ കുറിച്ച് അറിയുമ്പോഴാണ് നമ്മൾ ആരാണ് എന്താണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നാം വരുന്നത്. രമണ മഹർഷി പറഞ്ഞതാണ്, നീ ആത്മാവാണെന്ന് സ്വയം തിരിച്ചറിയാനാ പറഞ്ഞത്. അല്ലാതെ വലിയ സാരപ്രദേശമൊന്നും അദ്ദേഹം കൊടുത്തില്ല. നീ സ്വയം ആത്മാവാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരാനാ പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഈശ്വരസ് പറഞ്ഞത് തന്നെയാണ്, കൃഷ്ണ ഭഗവാൻ പറഞ്ഞത് തന്നെയാണ്, ബുദ്ധൻ പറഞ്ഞത് തന്നെയാണ്, ലോകത്തിൽ വന്ന സ്വരാഷ്ട്രീയം പറഞ്ഞത് തന്നെയാണ്, ലോകത്തിൽ വന്ന എല്ലാ മഹാത്മാക്കളും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നേരത്തെ സംസാരിച്ചവരെല്ലാം പറഞ്ഞില്ലേ, സർവമതസാരത്തെ കുറിച്ച് പറഞ്ഞത്. എല്ലാ മതങ്ങളും ഒരേ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. സർവമതസാരവും ഏകമെന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. എല്ലാ മതങ്ങളുടെയും സത്ത് എസൻസ് ഒന്ന് തന്നെയാണ്. ഇത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോ ബൈബിളിൽ തന്നെ പറയുന്നു, ഇവിടെ ഈ റൂഹിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴാണ്, ആത്മാവിനെ കുറിച്ച് പ്രാണനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബൈബിളിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ജലത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, അല്ലേ? ഈ നമ്മള് ഹൈന്ദവ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? നമ്മൾ ക്രിസ്ത്യാനികൾക്ക് കേൾക്കുമ്പോൾ അത് എന്തോ അത് ഒരു മോശപ്പെട്ട ഒരു മന്ത്രമാണ്, നമ്മൾ ചൊല്ലിടുന്നതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എന്റെ അർത്ഥം എന്താ? നാരം എന്ന് വെച്ചാൽ ജലം. ജലത്തിൽ അയനം ചെയ്യുക, ചലിച്ചുകൊണ്ടിരിക്കുന്നവരെ നമസ്കരിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മൾ അത് മനസ്സിലാക്കിയിട്ടാണ് അത് പ്രയോഗിക്കുന്നത്. ജലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവരെ നമസ്കരിക്കുന്നതാണ് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ. ഇനി ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നു വകാല അർച്ചുഹു അലൽ മഹഖ് എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ സിംഹാസനം ജലത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒന്നു തന്നെയല്ലേ ഈ പറയുന്നത്? ഇതെല്ലാം ജലത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളുണ്ടായത് ജലത്തിൽ നിന്നാണ്.
നാം കഴിച്ച അന്നം ഏതാണോ അതിൽ നിന്ന് അത് ദഹിച്ച് രസമായി, രസം രക്തമായി, രക്തം മാംസമായി, മാംസം അസ്ഥിയായി, അസ്ഥി മേധസ്സായി, മേധസ്സിൽ നിന്ന് ശുക്ലമുണ്ടായി, അതിൽ നിന്ന് ജീവനുണ്ടായി. ജലത്തിൽ നിന്നാണ് എല്ലാം വന്നത്. ഇത് തന്നെ സർവ്വ ജീവജാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവ് ജലത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ സംഭവമാണ് ഈ പറയുന്നത്. ഇത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? നമ്മൾ ഇതല്ലേ അറിയേണ്ടത്. നമ്മളിൽ എന്താണ് നടക്കുന്നതെന്നല്ലേ അറിയേണ്ടത് നമ്മള്. ഞാൻ ആരാണ്? അതെ, ഭൂമമായി ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്താണ്, ഇത് അറിയണം നമ്മള്. ഞാൻ എവിടുന്ന് വന്നു? അതെ, എവിടുന്ന് വന്നു, എന്റെ അല്ല എന്റെ കർമ്മം എന്നാണ് ഇവിടുത്തെ. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഇത് നാം അറിയണം. നാം നമ്മെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നാം ലോകം മുഴുവൻ അറിയും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മളെ കുറിച്ചാണ്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നത്. മറ്റുള്ളവരെ എങ്ങനെ പോകണം, അവരെ കാണാൻ പോകണം, ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ നമ്മുടെ കാര്യം അന്വേഷിക്കാൻ നേരമില്ല. നാം നമ്മളിലേക്ക് തന്നെ നോക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ ഒരാളുടെ മേലെ ചൂണ്ടുമ്പോൾ 4 പേരിലും ഇങ്ങോട്ടാ ചൂണ്ടുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളോട് പറയുന്നത് ആദ്യം നീ നിന്നെ കുറിച്ച് അറിയൂ. ക്രൈസ്തവല്ലേ പറഞ്ഞത് ആദ്യം നീ നിന്റെ കണ്ണിലെ തടിയെടുത്ത് മാറ്റൂ, എന്നിട്ട് അവന്റെ കരടെടുക്കാനാ പറഞ്ഞത്, അല്ലേ? വാസ്തവത്തിൽ നമ്മൾ നമ്മെ കുറിച്ചല്ല അറിയേണ്ടത്. അപ്പൊ ഈ പ്രാണൻ എന്ന് പറയുന്നത് നമ്മളിരിക്കുന്ന ഈ ശക്തി, ഇതിനെയാണ് നാം സ്വയം തിരിച്ചറിയേണ്ടത്. വാസ്തവത്തില് ഇതിനെ തിരിച്ചറിയാനായിട്ട് യോഗയില് അനേകം മാർഗങ്ങളുണ്ട്. പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണനെ സ്വാധീനത്തിലാക്കാനുള്ള വിദ്യയാണ്. നിയന്ത്രണത്തിലാക്കാൻ സ്വാധീനത്തിലാക്കാനുള്ള വിദ്യയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അത് അനേകം പ്രാണായാമങ്ങളുണ്ട്. ആ പ്രാണായാമങ്ങൾ നിരന്തരം ശീലിക്കുമ്പോൾ പ്രാണൻ നിങ്ങളുടെ കസ്റ്റഡിയിലേക്ക് വരും. അങ്ങനെ നമ്മുടെ കസ്റ്റഡിയിലേക്ക് വരുമ്പോൾ ആ പ്രാണനെ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ദർശനങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? പല ദർശനങ്ങളും നമുക്കുണ്ടാകും. നമ്മളിലെ അമാനുഷികമായ കഴിവുകൾ പ്രകടമാക്കാൻ തുടങ്ങും. ഇപ്പോ എന്ന് വിചാരിച്ച് ഇത് യോഗാശാസ്ത്രം മാത്രം പഠിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അല്ലാതെ കർമ്മസിദ്ധികൾ കൊണ്ട് നമുക്ക് സംഭവിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിഷ്കാമമായി ചെയ്യുമ്പോൾ, നമ്മൾ ഏകാഗ്രതയോടെ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മുടെ പ്രാണശക്തി ഉയർന്നു പ്രവർത്തിക്കും. പരവിജ്ഞാനം വരെ കിട്ടും. അതിന്റെ വ്യക്തമായ തെളിവുകളുണ്ട്. ഒരു കഥ പറയാം. കഥ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ, അതുകൊണ്ടാണ് അത് പറയാൻ പോകുന്നത്. അതായത് ഒരിക്കല് ഒരു സന്യാസി, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം 14 വർഷം നാട്ടിൽ പോയിരുന്ന് തപസ് ചെയ്തു. അദ്ദേഹത്തിന് ഒരു സിദ്ധി കിട്ടി. തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നു. ഭക്ഷണം കഴിച്ചതിന്റെ ഈ ഉച്ച സമയത്ത് തിരികെ ആലസ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ സമയം ഈ വക സബ്ജക്റ്റ് എടുക്കാൻ അത്ര നല്ല സമയമല്ല. കാരണം വെച്ചാല് ഒന്ന് ഊണ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരല്പം ആലസ്യം വരും. അല്ലല്ല, അത് തെറ്റാ. എല്ലാരും ആക്റ്റീവാ. ഞാൻ നോക്കിക്കൊണ്ടായിരിക്കുന്നു. അതായത് ഈ ഇദ്ദേഹം 14 വർഷം കാട്ടിൽ തപസ്സനുഷ്ഠിച്ചു വന്ന് അവസാനം നാട്ടിലേക്ക് വന്ന് ഭിക്ഷയെടുത്ത് ജീവിക്കാൻ വരുന്ന സമയത്ത് ഒരു ആൾത്തറയിൽ ഇരുന്നു. ഇതിന്റെ കഥകൾ ചിലപ്പോൾ കേട്ട് കാണും. ആൾത്തറയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ കഴിഞ്ഞപ്പോ ആളിന്റെ മുകളിൽ ഇരുന്ന കുറെ ഉണക്കമരച്ചില്ലകള് ഒടിഞ്ഞ് ഇയാളുടെ തലയിലേക്ക് വീണു. നോക്കിക്കഴിഞ്ഞപ്പോ ഒരു കാക്കയും കൊക്കും തമ്മിൽ അവിടെ അതുങ്ങൾ തമ്മിൽ മത്സരിച്ചതാണ് ആ കൊമ്പൊടിഞ്ഞ് വീഴാൻ കാരണം. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹത്തിന് സിദ്ധിയുള്ള ആളാണ്. അദ്ദേഹം കാക്കയും കൊക്കിനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ കാക്കയും കൊക്കും ഭസ്മമായി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ സിദ്ധി വർക്ക് ചെയ്യുന്നുണ്ട്. ഉടനെ അദ്ദേഹത്തിന് വിശന്നു. അടുത്ത വീട്ടിലേക്ക് കയറി. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഭവതി ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം വിളിച്ചു, ആരും വന്നില്ല. രണ്ടാമത് വിളിച്ചു, ആരും വന്നില്ല. മൂന്നാമത് വിളിച്ചപ്പോഴും ആരും വരുന്നില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് തന്റെ തൃക്കണ്ണ തുറക്കാനുള്ള ഭാവത്തിലേക്ക് വന്നപ്പോൾ അകത്തിരിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞു, ഇവിടെ കാക്കയും കൊക്കുമൊന്നുമല്ല, വേണമെങ്കിൽ അവിടെ കുറെ നേരം നിൽക്കാൻ മതി. അവൻ ഞെട്ടിപ്പോയി. ഈ സ്വാമി 14 വർഷം തപസ്സനുഷ്ഠിച്ച സ്വാമി അവിടെ ഇരുന്നു. ഇതെന്താണെന്ന് അറിയണമല്ലോ. അവളെന്ന് പറഞ്ഞത് കുറെ കഴിഞ്ഞപ്പോൾ സ്ത്രീ
വളരെ നല്ല സുന്ദരിയായ സ്ത്രീ, ശാലീന സൗന്ദര്യവും വൈദ്യുതിയുള്ള ഒരു സ്ത്രീ, അവർ ശാന്തസുന്ദരമായി വന്നു. ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, കാല് കഴുകാൻ വെള്ളം കൊടുത്തു. അതിനുശേഷം ഉപചരിച്ചതിന് ശേഷം ആ സ്ത്രീ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അകത്തേക്ക് ഇരിക്കാം. അകത്ത് അവർ ഭക്ഷണം വിളമ്പി വെച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ യുവ സന്യാസി ചോദിച്ചു, എങ്ങനെ എൻ്റെ മനോഹിതം ഭവനിക്ക് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അനേകം വർഷങ്ങളായി എൻ്റെ ഭർത്താവ് തളർവാദ രോഗം പിടിപെട്ട് കിടപ്പിലാണ്. അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് നിഷ്കാമമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം എഴുന്നേൽക്കും എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി എനിക്ക് കർമ്മസിദ്ധി ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയുന്ന ജ്ഞാനമുണ്ട്. അതാണ് എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ ആലോചിച്ചു, തന്നേക്കാൾ ശക്തിയാണ് ഈ സ്ത്രീ. ഇനി ഇത്രയും പറഞ്ഞിട്ട് ആ സ്ത്രീ പറഞ്ഞൊരു സംഭവമാണ് അതിലും രസകരം. അവർ പറഞ്ഞു, നിനക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ മിഥില എന്ന് പറയുന്ന ഒരു പട്ടണത്തില് ഒരു വ്യാധൻ താമസിക്കുന്നുണ്ട്. വ്യാധൻ എന്ന് വെച്ചാൽ ഇറച്ചി വെട്ടുകാരൻ. അയാൾ താമസിക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് പോയാൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോ ഇവരാകെ ഞെട്ടിപ്പോയി. ഇറച്ചി വെട്ടുകാരുടെ അടുത്ത് കശാപ്പുകാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പഠിക്കാം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർ വിചാരിച്ചു, എന്തായാലും നീ ഇത്ര ആയില്ലേ, നീ കശാപ്പുകാരുടെ കൂടി കണ്ടേക്കാം എന്ന് വിചാരിച്ചു. ഇവൻ ഭക്ഷണം കഴിഞ്ഞ് അവരോട് നന്ദി പറഞ്ഞ് ഈ യുവസന്യാസി ഇതിലിനാഥ പട്ടണത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ അവിടുത്തെ ആ പട്ടണത്തിലെ ഒരു ഈ മാർക്കറ്റില് ഒരു ആചാരബാഹുവായ ഒരു മനുഷ്യൻ നിന്നിട്ട് ഈ വലിയ പശുവിനെയും എരുവിനെയൊക്കെ കൊന്നിട്ട് അതിന്റെ കുളകൾ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇത് ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു വെട്ടുതടി കാണിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, അവിടെ കയറി ഇരുന്നോളാൻ പറഞ്ഞു. ആ തടിപ്പുറത്ത് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അതിന്റെ മനസ്സിലായി ആസനം അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അവിടെ ഈ ഇറച്ചിക്കടയിൽ പട്ടി നോക്കിയിരിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോ ഇയാളുടെ എല്ലാ സെയിലും കഴിഞ്ഞ് ഈ കത്തിയൊക്കെ എടുത്ത് കഴുകി അതൊരു സഞ്ചിക്കകത്തിട്ടു. അദ്ദേഹത്തിന്റെ പാത്രപ്പെട്ടി എടുത്ത് കണ്ടെത്തി വെച്ചു. അദ്ദേഹം പറഞ്ഞപ്പോ നമുക്കിനി വീട്ടിലേക്ക് പോകാമെന്ന്. വീട്ടിലേക്ക് ഈ യുവസന്യാസി ഈ കശാപ്പുകാരന്റെ പുറകെ പട്ടിയെ പോലെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉപചരിച്ച് പണിക്കയിൽ ഇരുത്തി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വെയിറ്റ് ചെയ്യുക, ഞാൻ അകത്ത് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർ വളരെ പ്രായാധിക്യത്തിൽ കിടക്കുകയാണ്. അവരെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ആ കശാപ്പുകാരൻ പുറത്തേക്ക് വന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തതിന് ശേഷം നടത്തിയ സംവാദമാണ് മഹാഭാരതത്തിലെ വ്യാധഗീത. വ്യാധഗീത കേട്ടില്ലല്ലേ? ആ മഹാഭാരതത്തിലെ വ്യാധഗീത, അതായത് ഇറച്ചി വെട്ടുകാരൻ ഉപദേശിക്കുന്ന ആത്മാവിന്റെ രഹസ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറച്ചി വെട്ടുകാരൻ ഉപദേശിക്കുന്ന ആത്മാവിന്റെ രഹസ്യമാണ് മഹാഭാരതത്തിലെ വ്യാധഗീത. ഇത് വായിക്കേണ്ട സംഭവങ്ങളാണ്. പല ഗീതകളുണ്ട്, അതിൽ ഒന്നാണ് ഇത് വ്യാധഗീത. മനസ്സിലായ? അപ്പോ ഇതുപോലെയുള്ള സംഭവങ്ങള് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. എങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഏതാണോ ആ പ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിട്ട് ഏകാഗ്രതയോടെ സൂക്ഷ്മതയോടെ മനസ്സിരുത്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കർമ്മസിദ്ധി നേടാൻ സാധിക്കും. ഇത് തന്നെയാണ് യോഗയിൽ പറയുന്നത്. യോഗയിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ക്രിയാക്രമങ്ങളിലൂടെ, യോഗയിൽ ഇപ്പോ ഹഠയോഗത്തിലാണെങ്കിൽ 6 ക്രിയകളാണുള്ളത്. ഷഡ്ക്രിയകൾ എന്നാണ് അതിന് പറയുന്നത്. അറിയാമോ? ഷഡ്ക്രിയകളാണ്. അത് ശരീര ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ക്രിയകളാണ് ഷഡ്ക്രിയകൾ. നേതി, ദൗതി, വസ്തി, ആസനം, മുദ്ര, പ്രാണായാമം എന്ന് പറയുന്നതാണ് ഷഡ്ക്രിയകൾ. ഇതിലൂടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ക്ലെൻസിങ് ചെയ്തിട്ട് അവൻ അതിലൂടെ കർമ്മസിദ്ധി ഉണ്ടാക്കാനുള്ള മാർഗം. ഇനി രാജയോഗത്തില് 8 മാർഗങ്ങളാണ് ഉള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇങ്ങനെ 8 സ്റ്റെപ്പിലൂടെ ഒരു സാധകന് എങ്ങനെ അവൻ ആരാണെന്ന് അറിഞ്ഞ് മുക്തിയടയാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ്. സമാധി എന്ന് പറയുന്നത് മരണം എന്നുള്ള അവസ്ഥയല്ല കേട്ടോ. പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് സമാധി എന്ന് പറയുന്നത് മരണം എന്നാണ്.
സമാധി എന്ന് പറയുന്നത് സമാധി, സമം എന്ന് പറഞ്ഞാൽ തുല്യം, ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധി തുല്യമായിരിക്കുന്ന അവസ്ഥയാണ് സമാധി. ഒരു ബ്ലിസ് അവസ്ഥയാണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുന്നത്. ബാലൻസ്ഡ്, ആ ബാലൻസ്ഡ് അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി ഉള്ള മാർഗമാണ് ഈ അഷ്ടാംഗ യോഗത്തിൽ പറയുന്നത്. അപ്പൊ അതിലൂടെ അല്ല പറഞ്ഞു പൂർത്തീകരിച്ചു. അപ്പൊ ഈ അവസ്ഥയിലൂടെ നമ്മളെ സാധകനെ എത്തിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഈ പറയുന്ന ഈ അഷ്ടാംഗ യോഗത്തിൽ പറയുന്നത്. അപ്പൊ അതിലൂടെ നമ്മൾക്ക് അതില് ഒരു മാർഗമാണ് ആസനം. ഇതാണ് പൊതുവെ ആളുകള് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന യോഗ എന്ന് പറഞ്ഞാൽ തലകുത്തി നിൽക്കുക, സർവാംഗാസനത്തിൽ ഇരിക്കുക, വജ്രാസനത്തിൽ ഇരിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് യോഗ എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. സുഖാസനം, അതെ, സുഖാസനത്തിൽ ഇരിക്കുക, ഇതാണ് യോഗ എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ മറിച്ച് യോഗ എന്ന് പറയുന്നത് അവനവനെ കുറിച്ച് അറിയാനുള്ള മാർഗമാണ്. അതിന് ഈ ആസനങ്ങൾ എന്തിനാണ് ശീലിക്കുന്നതെന്ന് വെച്ചാൽ സ്വസ്ഥമായും ശാന്തമായും ഒരു സ്ഥലത്ത് കൂടുതൽ സമയം ഇരിക്കാൻ ഒരാളുടെ ശരീരത്തെ പ്രാപ്തമാക്കാൻ. അതിനാണ് സമം സുഖം ആസനം എന്ന് പറയുന്നത്. സുഖകരമായി ഒരാൾക്ക് ഒരു സ്ഥലത്ത് ശാന്തമായി കുറെ സമയം ഇരിക്കാൻ വേണ്ടി ഇയാളുടെ ശരീരത്തെ ക്രമപ്പെടുത്തുന്നതിനാണ് ആസനങ്ങൾ പറയുന്നത്. അതിന് ഒരുപാട് ആസനങ്ങളുണ്ട്. 80,000 ആസനങ്ങൾ ഇന്ന് യോഗശാസ്ത്രം പറയുന്നുണ്ട്. ഇതൊന്നും ആർക്കും ചെയ്യാൻ നടക്കുന്ന കാര്യമില്ല. എന്നാൽ 82 ആസനങ്ങളെ കുറിച്ച് പ്രധാനം പറയുന്നുണ്ട്. അതിൽ തന്നെ 12 ആസനങ്ങളെ കുറിച്ച് കൂടുതൽ പ്രധാനം പറയുന്നുണ്ട്. സ്വാഭാവികമായും ഒരു സാധാരണ മനുഷ്യന് ചെയ്യേണ്ട കുറെ ആസനങ്ങളുണ്ട്. അത് മാത്രം മനുഷ്യൻ ചെയ്താൽ മതി. അല്ലാതെ ഒരുപാട് ആസനങ്ങളൊന്നും നമ്മൾ ശീലിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രവുമല്ല, ഓരോ മനുഷ്യനും എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമായ വ്യത്യാസമുള്ളവരാണ് ഓരോ മനുഷ്യരും. ഓരോ മനുഷ്യന്റെ ശരീരഘടനയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും അനുയോജ്യമായ ആസനങ്ങൾ ഏതാണെന്ന് പഠിച്ച് മനസ്സിലാക്കി അത് മാത്രം ഒരാൾ ശീലിച്ചാൽ മതി. അല്ലാതെ ഒരാള് കാലെടുത്ത് നമ്മൾ കാലെടുത്ത് അറിയുന്നത് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടായിട്ട്, കാരണം വെച്ചാൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും. എന്നാൽ നമ്മളുടെ അസ്വസ്ഥതകൾ എന്താണ്, നമ്മുടെ പ്രയാസങ്ങൾ എന്താണ്, നമ്മുടെ ശരീരഘടന എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് മനസ്സിലാക്കി നമ്മൾ കുറച്ച് ആസനങ്ങൾ മാത്രം നിത്യേന ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ഒരു യോഗ എക്സസൈസ് ചെയ്യുന്നത് ഏത് മനുഷ്യർക്കും നല്ലതാണ്. ഈ കിടക്കിൽ തന്നെ കിടന്ന് ചെയ്യാവുന്നത്. ഉദാഹരണത്തിന് ഈ നമ്മുടെ ഈ വായുക്കള് നേരെ നിൽക്കാൻ വേണ്ടിയുള്ള കുറെ പ്രോഗ്രാംസ് ഉണ്ട്, ഈ ആസനങ്ങൾ ചിലതുണ്ട്. അപ്പൊ ഇതൊക്കെ അതുപോലെ ഈ വയറിന് ഈ മർദ്ദം കൊടുക്കുന്ന കുറെ ആസനങ്ങളുണ്ട്. ഇതുപോലെയുള്ള ചില ആസനങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ വ്യവസ്ഥിതികളെ കറക്റ്റ് ചെയ്യാൻ നല്ലതാണ്. കാരണം വെച്ചാൽ ഏറ്റവും പ്രധാനമായി മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾ ഉദരവുമായി ബന്ധപ്പെട്ടാണ്. സർവ്വവാദങ്ങളും ഉദരവുമായി ബന്ധപ്പെട്ട് വരുന്നത് വയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ വയറ്റിൽ നിന്നാണ് സർവ്വരോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടല്ല ആയുർവേദം പറയുന്നത് സർവ്വരോഗാണാം നിദാനം പൂജകളായിരുന്നാണ്. സർവ്വരോഗത്തിന് കാരണം മലബന്ധമാണ്. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാത്തത് വളരെ കുറവായിരിക്കും. ഇനി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ തന്നെ ചില ആളുകൾ ഇന്നിപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ പൈൽസ്, ഫിസ്റ്റുല, ഏനൽ ഫിഷറൊക്കെ ഉള്ളത്. കാരണം ഏതെങ്കിലും ഒരു മൃഗങ്ങൾക്ക് ഫിസ്റ്റുല വന്ന ചരിത്രമോ പൈൽസ് വന്ന ചരിത്രമോ നമുക്ക് കേൾക്കുന്നുണ്ടോ? ഒരു മൃഗങ്ങൾക്കും ഇല്ല. കാരണം എന്താ, ഇതുങ്ങളെല്ലാം എല്ലാ ദിവസവും ഇതുങ്ങൾ മലവിസർജനം നടത്തിയതിനു ശേഷം ഇതുങ്ങൾ നിത്യേന ചെയ്യുന്ന ഒരു മുദ്രയുണ്ട്, അശ്വനി മുദ്ര. അശ്വനി മുദ്ര. ഈ മുദ്ര ചെയ്യുന്ന ജീവികളാണ് എല്ലാം. മനുഷ്യൻ മാത്രം ഈ മുദ്ര ചെയ്യല. അശ്വനി മുദ്ര ഈ പ്രകൃതി അതുങ്ങളെ പഠിപ്പിച്ചാണ് ഇങ്ങനെ വിട്ടേക്കുന്നത്. അതുകൊണ്ട് ഈ മുദ്രയൊക്കെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരു ജീവികൾക്കും ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷനും ഇല്ല. ഒപ്പം തന്നെ ഇതുങ്ങൾക്ക് പൈൽസ് ഇല്ല, ഫിസ്റ്റുല ഇല്ല, ഏനൽ ഫിഷർ ഇല്ല. എന്നാൽ മനുഷ്യന് മാത്രം പൈൽസിന്റെ ആശുപത്രി ലോകത്തിൽ മുഴുവനുണ്ട്. ഇവിടെ ഈ നമ്മുടെ ടെലിഫോൺ ബുക്കിന് മുഴുവനും പൈൽസിന്റെ പരസ്യമായിരിക്കും കാണുന്നത്, അല്ലേ? കാരണം വെച്ചാൽ എന്താണ്, ഇത് ഇഷ്ടംപോലെ മനുഷ്യർക്കുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ഭക്ഷണക്രമം കൊണ്ട് വന്ന് ഭവിച്ചിരിക്കുന്നതാണെന്നല്ല. അപ്പൊ അതുകൊണ്ട് ഈ മുദ്ര ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞുതരാം. നിങ്ങൾക്കും ഈ
അശ്വിനി മുദ്ര അറിയാമോ ആർക്കെങ്കിലും? സാറിനറിയാം അല്ലേ? അറിയാം. ഒന്ന് രണ്ട് പേർക്ക് അറിയാം. അപ്പൊ അശ്വിനി മുദ്ര അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇത് കാണിച്ചു തരാൻ പറ്റുന്ന മുദ്രയല്ലോ പറഞ്ഞു നാലുകാലം നിൽക്കണോ? പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അതെ നമ്മള് എംപ്റ്റി സ്റ്റൊമക്കില് ഇരുന്നിട്ട് വേണമെങ്കിൽ ഭദ്രാസനത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇരുന്നിട്ട് ഈ നമ്മളുടെ ഏനസിന്റെ ഭാഗമില്ലേ, ഏനസിന്റെ ഭാഗത്തെ മസിൽസിനെ ഉള്ളിലേക്ക് പിടിച്ച് സക്ക് ചെയ്യുന്നു, പതുക്കെ പുറത്തേക്ക് അയച്ചു വിടുന്നു. ഉള്ളിലേക്ക് സക്ക് ചെയ്യുന്നു, പതുക്കെ പുറത്തേക്ക് അയച്ചു വിടുന്നു. ഇത്രേ ഉള്ളത്. ഇത് ഒരു 10-15 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ മലം വിസർജനത്തിന് പ്രത്യേകിച്ച് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്കാണെങ്കിൽ മലം വിസർജിക്കാനുള്ള ടെൻഷൻ ഉണ്ടാവും. ഇനി അല്ലാത്തവർക്കാണെങ്കിലും ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഈ മുദ്ര അനുഷ്ഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ വീടുകളിൽ പശുക്കളുള്ള ആളുകൾ, ആടുകളുള്ള ആളുകൾ, കോഴികളുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കോഴി കാഷ്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഏനസിന്റെ ഭാഗം ഇങ്ങോട്ടേക്ക് ബാക്കിലേക്ക് ഇങ്ങനെ ചുരുക്കും. അത് എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ അയച്ചോളൂ. ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ? പശുക്കളെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. പശുക്കളെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പശുവും കോഴിയും പട്ടിയും ഒന്നും കഴുകട്ട പോലുമില്ല. ക്ലീനിങ് ആയി. ക്ലീനിങ് നടക്കണം. കാരണം അവിടെ എന്തെങ്കിലും ഒരു തരി പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകും. അതേസമയം മനുഷ്യനെ കഴുകിയിട്ട് സ്ഥിതിവിശേഷം വരുന്നത്. കാരണം വെച്ചാൽ ഈ അവരുടെ ഫുഡ് ഹാബിറ്റിനോട് സംഭവിക്കുന്നതാണ്. യോഗയില് വളരെ പരമപ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങൾ മനുഷ്യൻ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രോപ്പർ ഡയറ്റ്, ശരിയായ ഭക്ഷണക്രമം. 2, പ്രോപ്പർ ബ്രീത്തിങ്, ശരിയായ ശ്വസനം. 3, പ്രോപ്പർ എക്സർസൈസ്, ശരിയായ വ്യായാമം. 4, പ്രോപ്പർ റിലാക്സേഷൻ, ശരിയായ വിശ്രമം. 5, പോസിറ്റീവ് തോട്ട്സ് ഓഫ് മൈൻഡ്, മനസ്സിന്റെ ധനാത്മക ചിന്തകൾ. കാശുണ്ടാക്കാനുള്ള ചിന്തകളല്ല, പോസിറ്റീവ് തോട്ട്സ് ഓഫ് മൈൻഡ്, ധനാത്മക ചിന്തകൾ എന്ന് മലയാളം പറയും. ഇങ്ങനെ ഈ കാര്യങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ശരീരം ഈ യോഗ ചെയ്യാൻ പൂർണ്ണമായി സന്നദ്ധനായി. അവിടെ ഉദാഹരണത്തിന് നമ്മൾ യഥാർത്ഥ ശരിയായ ഭക്ഷണക്രമം എന്ന് പറഞ്ഞില്ലേ, പ്രോപ്പർ ഡയറ്റ്. എന്താണ് ശരിയായ ഭക്ഷണക്രമം? ശരിയായ ഭക്ഷണക്രമം നമ്മളുടെ ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന എല്ലാവരും തന്നെ ക്രിസ്ത്യൻസ് ആണല്ലോ. നമ്മളെ ദൈവം ഏതൻ തോട്ടത്തിൽ താമസിപ്പിച്ച സമയത്ത് നമുക്ക് ഭക്ഷണമായിട്ട് തന്നത് അവിടെയുള്ള സസ്യലതാദികളും പഴവർഗ്ഗങ്ങളും മൂലികകളുമാണ് നമുക്ക് ഭക്ഷണമായിട്ട് തന്നത്, അല്ലേ? നിങ്ങൾ അവിടെ കാണേണ്ട എല്ലാം പറിച്ചിരുന്നോളാനാണ് പറഞ്ഞത്, അല്ലേ? നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓരോന്നിനെ പിടിച്ച് നമ്മൾ ശാപ്പിടാൻ തുടങ്ങി, അല്ലേ? അതുവരെ നമ്മൾക്ക് ഈ ഫ്രൂട്ട്സ്, നമ്മൾ ഫ്രൂട്ടേറിയൻ ആയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ മറ്റു ഭക്ഷണക്രമങ്ങളിലേക്ക് പോയത്. യഥാർത്ഥത്തിൽ ഭക്ഷണത്തിനെ 3 തരംതിരിക്കുന്നുണ്ട്. അത് സാത്വികം, രജസികം, താമസികം. സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത് ശുദ്ധമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തേനും പാലും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് പല ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അത് ഉൾപ്പെടുത്താം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് സാത്വിക ഭക്ഷണങ്ങൾ. രജസിക ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം പാചകം ചെയ്തതായിരിക്കും. അതിനകത്ത് ഈ നോൺ വെജ് ഉണ്ടാവും. മാത്രമല്ല മസാലകൾ, എരിവ്, പുളി ഇതെല്ലാം ചേർത്തതായിരിക്കും രജസിക് ഫുഡ്. തമസിക് ഫുഡ് എന്ന് പറയുന്നത് ഈ മസാലകളെല്ലാം ചേർത്തതും പാചകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞത്. ഇതാണ് തമസിക് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്നതെല്ലാം തമസിക് ഫുഡാണ്. ഇപ്പൊ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നില്ലല്ലോ. ഒരു ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരാള് കാലത്ത് വെളുപ്പിന് എഴുന്നേറ്റ് ഭക്ഷണം പാചകം ചെയ്ത് കെട്ടി വെച്ചിട്ട് അത് ജോലി സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോയി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാവും. അത് തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് ഒരുതരം മാറ്റമായിരിക്കും പുറത്തേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് താമസിക്കാണ്. തമസിക് ഫുഡ് എന്ന് പറയുന്നത്, തമസം എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്. അന്ധകാരം എന്ന് പറഞ്ഞാൽ രോഗത്തിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മളെല്ലാവരും തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങൾ അത് തന്നെയാണ് കഴിക്കുന്നത്. ഇപ്പൊ തന്നെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. ആ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച സമയത്തുള്ള ഫുഡ് അത് ഇന്ന് രാവിലെ ഈ സിസ്റ്റർമാര് പരിശ്രമിച്ച് അത് രാവിലെ ഉണ്ടാക്കിയതാണ്.
അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ കിട്ടുന്ന ഭക്ഷണം അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് നമ്മൾക്ക് രോഗം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. കാരണം ഈ താമസിക്കൂട്ടല്ലേ നമ്മൾ കഴിക്കുന്നത് ആസുര ഭക്ഷണം. അതെ, ആസുര ഫുഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഈ മസാലകളെല്ലാം ചേരുന്നതാണ്. ഈ മസാലകളെല്ലാം ചേരുമ്പോഴത്തേക്കും അതിനകത്ത് വരും. എന്നാൽ ഈ സാത്വിക ഭക്ഷണത്തില് അതില്ല. അപ്പൊ ഈ 3 ഭക്ഷണക്രമങ്ങളാണ് യോഗ വളരെ പ്രധാനമായി പറയുന്നുണ്ട്. അതിൽ തന്നെ സാത്വിക ഭക്ഷണം കഴിക്കാനാണ് നമ്മോട് ഈ പ്രകൃതിയും ആഹ്വാനം ചെയ്തിട്ടുള്ളത്, മഹത്തുക്കളും ആഹ്വാനം ചെയ്തിട്ടുള്ളത്, ഈശ്വരൻ പറഞ്ഞില്ല, ഗീതാകാരനും ആഹ്വാനം ചെയ്തിട്ടുള്ളത് അത് തന്നെ. ഗീതയിൽ കൃഷ്ണ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, ആയുസ്, ബുദ്ധി, ബലം, മനസ്ഥിരത, നിനക്ക് സുഖം, സന്തോഷം ഇതെല്ലാം കിട്ടണമെങ്കിൽ നീ സാത്വിക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഭാഗം ഗീതയിൽ പറയുന്നുണ്ട്. ഗീത 17-ാം അധ്യായത്തില് 5-ാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. ആയുസത്വ ബലാരോഗ്യ സുഖപ്രീതി വിബന്ധന സ്നിഗ്ധരത്യ സ്നേഹൃതി ആഹാര സാത്വികപ്രിയ എന്ന് പറയുന്നത്. ആയുസ്, ബലം, ശുദ്ധി, മനഃശുദ്ധി, സന്തോഷം, ആനന്ദം ഒക്കെ നിനക്ക് വേണമെങ്കിൽ നീ സാത്വിക ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത്. മനസ്സിലായ? ഇതേപോലെ നമ്മൾ ഏകത്തോട്ടത്തിലാക്കിയ സമയത്ത് നമ്മൾ ഏറ്റവും സാത്വികനായിരുന്നു. അവിടെ വേദനയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അസുരനായത്. പിന്നെയാണ് നമുക്ക് എന്ത് തിന്നണം എന്നൊക്കെ ഒരു ലിസ്റ്റ് കൊടുത്തു നമുക്ക്, അല്ലേ? അതിൽ തന്നെ അതൊക്കെ പ്രകാരമാണ് നമ്മൾ കഴിക്കുന്നത്. ഇല്ല, അവിടെയും നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ ഈ ക്രമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സാത്വിക നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തമസി ഫുഡാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ധകാരമാണ്, അന്ധകാരം ലോകത്തിന് കാരണമാണ്. അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇനി പ്രോപ്പർ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിയായ രീതിയിലാണ് ശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആരും ശരിയായ രീതിയിലല്ല ശ്വസിക്കുന്നത്. ശരിയായ രീതിയിൽ ശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ്. അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ്. ഒരു 6 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞെ ഇവിടെ നിലത്ത് നമ്മൾ കിടത്തിയിട്ടുണ്ടായിരിക്കും. അത് ശ്വസിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിന്റെ ഈ ചെസ്റ്റും ഡയഫ്രവും വയറും പുറത്തേക്ക് തള്ളി വരും. ഉച്ഛ്വസിക്കുമ്പോൾ അത് ചുരുങ്ങി പോകും. നമ്മളിപ്പോൾ ശ്വസിച്ചു കഴിഞ്ഞാൽ വയറുള്ളിലേക്ക് ചുട്ടിപ്പോകും. മനസ്സിലായ? ഉച്ഛ്വസിക്കുമ്പോൾ തള്ളി വരും. ഇതായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെയാണ് നമ്മളൊക്കെ വെറുതെ ഇവിടെ കൈവച്ചിട്ട് ശ്വാസം വലിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിവർന്നിരുന്ന് ശരിക്കും നിവർന്നിരുന്നിട്ട് ശ്വാസം ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ വയറുള്ളിലേക്ക് ചിലപ്പോൾ മിക്കവാറും ചുട്ടുന്നതായിരിക്കാം. മനസ്സിലായ? അപ്പൊ ഈ ഡയഫ്രം പുറത്തേക്ക് വികസിക്കണം. ഡയഫ്രം പുറത്തേക്ക് വികസിക്കുന്ന സമയത്താണ് വയറ് പുറത്തേക്ക് ഒരല്പം ചാടും. മനസ്സിലായി? ഇതാണ് ശരിയായ യോഗിക് ബ്രീത്തിങ്. ഇത് ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ്, 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞ് വാസ്തവത്തില് ഇത് എന്താ പറയുന്ന ഹോളി ഏഞ്ചലാണ്, മാലാഖയാണ്. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് ശിശുക്കളെ പോലെ ആവുന്നില്ലെങ്കിൽ ആരും സ്വർഗ്ഗരാജ്യത്തിൽ പോകില്ല എന്ന് പറയുന്നത്. കാരണം ഇവന്റെ പ്രാണൻ നേരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിയുമ്പോൾ ആഹാര വിഹാര പ്രവർത്തനങ്ങളിലൂടെ ഇവന്റെ പ്രാണഗതി മാറുമ്പോൾ ഇവൻ താൻ എന്റേതെന്നും ഇവന്റെ മനസ്സും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മനസ്സിന്റെ പ്രവർത്തനങ്ങൾ മാറും. കുഞ്ഞിന് ഒരു സ്വർണ്ണക്കട്ടയും അവൻ വിസർജിച്ച മലവും ഒരേ രീതിയിലാണ് കുഞ്ഞ് കാണുന്നത്. നമ്മ അങ്ങനെയല്ലല്ലോ കാണുന്നത്, അല്ലേ? അതിന്റെ വ്യത്യാസം ഇവൻ ശ്വസിക്കുന്ന പ്രാണന്റെ നേർഗതിയിലാണ് ഇവൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവന് ശരിക്കും തന്നെ ഇവന്റെ പ്രാണം കിടക്കുന്നത്. ഇവൻ ഒരു പരിധി വരെ 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇവൻ ഈ അന്തർപ്രാണന മേലെങ്കിലും നടത്തിയാണ് ചെയ്യുന്നത്. നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന നിമിഷത്തില് നമ്മൾ ഭൂമിയിൽ നിന്നുള്ള പുറത്തുനിന്നുള്ള വായുവിനല്ല എടുത്തിരുന്നത്. നമ്മൾ എടുത്തിരുന്നത് ഉള്ളിലുള്ള ഒരു പ്രാണനുണ്ട്. അതായത് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ട പ്രാണൻ, അതായത് ഊതിക്കയറ്റിയ പ്രാണൻ, ആ സൈകോട്ട് രൂപീകരിച്ച സമയത്ത് കയറിയ പ്രാണൻ. ഈ പ്രാണനെയാണ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മേലും കീഴും വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാണൻ ഇരുത്തിരുന്ന കാലം വരെ അവൻ ശാന്തനും സുന്ദരനും സുരക്ഷിതനുമായിരുന്നു. ഇവൻ പുറത്തേക്ക് വന്നപ്പോൾ, ഇവൻ ഭൂമിയിലെ ശ്വാസം എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ അസ്വസ്ഥനായി. അതാണ് നമുക്ക് അറിയാൻ തുടങ്ങുന്നത്. ആ നിമിഷം ഇവന് പറ്റാത്ത സാധനത്തിലേക്കാണ് ഇവൻ കയറി പിടിക്കുന്നത്. ശ്വാസത്തിന്റെ ട്രാക്ക് മാറുന്നു ഇവന്റെ.
അതോടുകൂടെ ഇവന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം താറുമാറാകുന്നു. പിന്നെ ഇവൻ ഈ വ്യഗ്രതയിലാകും. ഇത് കുറച്ചുകൂടി ദിവസം കൂടി അവന് കിട്ടും. ഒരു 6 മാസം വരെ ഇവന് കിട്ടും. അതുകൊണ്ടാണ് ക്രൈസ്തു പറയുന്നത് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ആരും കീറുള്ളൂ പറഞ്ഞങ്ങോട്ട്. ഏത് ഈ പ്രാണനെ നേരും കീഴും നടത്താനായിട്ട് കഴിയണം. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രാണനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അവിടെയാണ് നമ്മൾ ആരാണ് എന്താണെന്ന് നമുക്ക് ബോധ്യം വരുന്നത്. ഈ പ്രാണനാണ് നമ്മള്, ഈ പ്രാണനാണ് ഈശ്വരൻ. ഇതാണ് നമ്മളിലേക്ക് കയറ്റിയിരിക്കുന്നത്. ഇതിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാഫല്യമായി. ഇത് തിരിച്ചറിയുമ്പോൾ അതോടെ നമ്മുടെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായ സംഗതികൾ മനസ്സിലാക്കും. ഞാൻ ഇന്നിപ്പോ ഇവിടെ ഈ സിസ്റ്റർ റോസായിട്ട് സംസാരിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞു. ഈ നമ്മുടെ ഈ മലയാള ഭാഷയിൽ ചൊല്ലുണ്ട്, അമ്പലപ്പുഴ വേല കണ്ടവരൊന്നും വേണ്ട. അമ്പലപ്പുഴ വേല കണ്ടവരൊന്നും വേണ്ട. എല്ലാ വർഷവും അമ്പലപ്പുഴയിൽ ഒരു വേല നടക്കും. ഈ വേല കാണാൻ ആളുകൾ എല്ലാവരും പോകാറുണ്ട്, പലരും പോകാറുണ്ട്. ഈ വേല കണ്ടു കഴിഞ്ഞാൽ ഒന്നും വേണ്ടാതെ വരുന്നുണ്ടോ? ഒന്നും വേണ്ടാതെ വരുന്നില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ അമ്പലപ്പുഴ വേല ഏതാണെന്ന് മനസ്സിലാക്കട്ടെ. ഈ വേലയല്ലാതെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അമ്പലപ്പുഴ വേല എന്ന് പറയുന്നത് 5 അല തല്ലുന്ന പുഴയാണ് അമ്പലപ്പുഴ. അതിവിടെയാണത്. അവിടെ ഒരു വേല നടക്കും. ആ വേല നടന്നല്ല അവനതോടെ കൈവല്യം പ്രാപിക്കും. അവനൊന്നും വേണ്ട. പിന്നെ അവരുടെ പരിപാടി കഴിക്കുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മള്. അതുപോലെ മലയാള ഭാഷയിൽ വേറൊരു ചൊല്ല് പറഞ്ഞാൽ ക്രിസ്റ്റായിട്ട് സംസാരിച്ചാണ്, കൊല്ലം കണ്ടവർ ഇല്ലം വേണ്ടാവും. നമ്മൾ പറയാം കൊല്ലത്ത് പോയാൽ പോകുന്നതിന് പിന്നെ വീട് വേണ്ടാതെ വരുന്നുണ്ടോ? ഇല്ലല്ലോ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രൈസാണത്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നല്ല, കൊല്ലാൻ കൊണ്ടുപോകുന്നവന് ഇല്ലം വേണ്ടെന്നാണ്. അത് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പിന്നെ വീടിന്റെ പ്രസക്തി ഉണ്ടോ? ആ അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. അത് പറഞ്ഞു ഇങ്ങനെയായി. അപ്പൊ പലതും നമ്മൾ അറിയാതെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു സദ്യ മുതാൻ പോയി. സദ്യ കഴിഞ്ഞാൽ നമ്മളോട് പറയണേ എങ്ങനെയുണ്ട് സദ്യ എന്ന് നമ്മൾ ചോദിക്കും. ഭയങ്കര സദ്യയായിരുന്നു പറയില്ലേ? മലയാള ഭാഷയിലെ തെറ്റല്ലേത്? ഭയങ്കരം ഭയം അങ്കുരിപ്പിക്കുന്നതാണത്. വളരെ മോശം അല്ലേ? നമ്മൾ ചില ആളുകളെ പറയില്ലേ ആ സ്ത്രീ ഭയങ്കര സുന്ദരിയാണെന്ന്. തെറ്റല്ലേ അത്? അതായത് അവര് താടകയെന്നാണ് അതിന്റെ അർത്ഥം. ഭയങ്കരം അവരെ കണ്ടാൽ മുഖത്തേക്ക് ഭയം. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരം എന്നാണ് പറയുന്നത് അല്ലേ? എന്റെ അർത്ഥത്തിൽ ഇതുപോലെയാണ് പലരും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വാസ്തവത്തിൽ വസ്തുതകൾ അറിഞ്ഞിട്ടല്ല പ്രയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മളെ കുറിച്ച് അറിയണം. നമ്മുടെ ഉള്ളിൽ കയറി ഇറങ്ങുന്ന പ്രാണനെ കുറിച്ച് അറിയണം. അതാണ് നമ്മൾ അറിയേണ്ടത്. അത് തന്നെയാണ് ക്രൈസ്റ്റ് പറഞ്ഞത്, സ്വർഗരാജ്യം നിന്റെ ഉള്ളിലിരിക്കുന്നത്, അങ്ങോട്ടേക്ക് നോക്കുക നീ. ആ മലയിലുമല്ല ഈ മലയിലുമല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവനെയാണ് എന്റെ പിതാവ് അന്വേഷിക്കുന്നത് എന്ന് ക്രൈസ്റ്റ് പറഞ്ഞത്. ഇതാണ് ഈ ആത്മാവിലും സത്യത്തിലുമാണ് നാം അറിയേണ്ടത്. ഈ കയറി ഇറങ്ങുന്നതിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ഈ മൂച്ചിനെയാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് ഊതിയോ ഊത്തറിഞ്ഞവരെ സിദ്ധർ എന്ന് പറയുന്നത്. ഈ ഊതിക്കേറ്റിരിക്കുന്ന ഊത്തിനെ നാം അറിയണം. അതിന് പ്രാണനെയാണ് അറിയേണ്ടത്. പ്രാണന്റെ ഗതി എന്താണെന്ന് അറിയണം. പ്രാണൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. നേരത്തെ പറഞ്ഞില്ലേ 10 തരം പ്രാണനുണ്ട്. ആ പ്രാണൻ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. അതറിയാതെ നമ്മള് മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? ഇതെല്ലാം അറിയണം. എന്നെ കുറിച്ച് അറിയാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് പിന്നെ എന്താ പ്രയോജനം? അതെല്ലാം അറിയണ്ട. അതിനാണ് യോഗമാർഗം പറയുന്നത്, ഈശ്വരമാർഗം പറയുന്നത്. ഇത് തന്നെയാണ് ഈ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഇത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോ ഈ പ്രോപ്പർ റിലാക്സേഷൻ, അടുത്തത് പറയാം. പ്രോപ്പർ റിലാക്സേഷൻ എന്തോ എക്സസൈസ് പറഞ്ഞുതരാം. ഇപ്പൊ ഈ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലായുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് പവനമുക്താസനം എന്ന് പറയുന്നത് നിങ്ങള് ബെഡിൽ കിടന്ന് തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ബെഡിൽ കിടന്ന് തന്നെ, അതായത് ഒരു കാലും മടക്കിയിട്ടൊന്നുമില്ല. ഒരു കാലും മടക്കിയത് ഇങ്ങനെ നിങ്ങള്
താടിയെ കൊണ്ട് മുട്ടിക്കുക. താടിയിൽ മുട്ടിക്കുന്നതിനാണ് പവനമുക്താസനം എന്ന് പറയും. അടുത്ത കാലം മടക്കി മുട്ടിക്കുന്നു. ഇത് രണ്ടും കൂടി മടക്കി മുട്ടിക്കുന്നു. ഇത് പവനമുക്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വായുവിനെ വെളിയിലേക്ക് കളയുന്ന അഭ്യാസം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഇത് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിപ്പേഷൻ മാറും, അതുപോലെ ഉദര സംബന്ധമായ പല വ്യാധികളും മാറും. ഇത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും നമുക്ക് ഇതിനു വേണ്ടി പുറത്തിറങ്ങി ചെയ്യണമെന്നില്ല, ബെഡിൽ തന്നെ കിടന്ന് ചെയ്യാവുന്നതാണ് ഈ പവനമുക്താസനം. അതുപോലെ ഭുജംഗാസനം, കോബ്ര എന്ന് ഇംഗ്ലീഷിൽ പറയും, ഭുജംഗാസനം. അതായത് ബെഡിൽ കമർന്ന് കിടന്നിട്ട് കൈ രണ്ടും ചെസ്റ്റിന്റെ ഇരുവശത്ത് വെച്ചിട്ട് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നേരെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് ആകാശത്തേക്ക് നോക്കുക. അങ്ങനെ നോക്കി നിന്നിട്ട് ഒരു 6 തവണ ഡീപ് ബ്രീത്തിങ് ചെയ്യുക. ഇതാണ് ഭുജംഗാസനം അഥവാ കോബ്ര. ഇത് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇത്രയും 1-2 എക്സർസൈസുകൾ. സർവാംഗാസനം എല്ലാവരും ചെയ്യണ്ട, കാരണം കട്ടിയാണ്. അത് എല്ലാവരും ചെയ്യുന്ന. സർവാംഗാസനം ചെയ്താൽ മത്സ്യാസനം ചെയ്യണമെന്ന് കമ്പൽസറിയാണ്. സർവാംഗാസനം സ്ത്രീകള് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത് ഈ തൈറോയിഡിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ചെയ്യുന്നതാണ്. തൈറോയിഡാണ് ഏറ്റവും വലിയ വിഷയം ഉണ്ടാക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സംഗതിയാണ് തൈറോയിഡ്. തൈറോയിഡ് ശരിയല്ലെങ്കിൽ ആള് ശരിയല്ലാതെ പോയി. കാരണം ഒരാൾ കള്ളനും കൊള്ളക്കാരനും മോശം ആളുമൊക്കെ ആകുന്നതിന് കാരണം ഈ സാധനമാണ്. ഇത് ശരിയല്ല എങ്കിൽ ആളുടെ ജീവിതം പോവുകയാണ്. നമ്മള് അത് വളരെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ തൈറോയിഡ് ഫംഗ്ഷൻ ശരിയല്ലാത്ത ആളുകൾക്ക് ഒരു സ്കൂളിലൊരു അധ്യാപിക, ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു അധ്യാപിക പ്രധാന അധ്യാപികയാണെന്ന് വിചാരിക്കുക. അവരുടെ തൈറോയിഡ് ഫംഗ്ഷൻ ശരിയില്ലാക്കി അവരുടെ താഴെ വർക്കുന്ന എല്ലാ അധ്യാപകർക്കും ഭയങ്കര ഒരു മതി. അതാണ് അതിന്റെ രീതി. അപ്പൊ ഈ തൈറോയിഡാണ് നമ്മളെ കറക്റ്റ് നിർത്തുന്നത്. ഈ തൈറോയിഡിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള യോഗയിൽ വളരെ പ്രധാനപ്പെട്ടാണ് സർവാംഗാസനം പ്ലസ് മത്സ്യാസനം. ഈ സർവാംഗാസനം വളരെ നല്ലതാണ്. പക്ഷെ അതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി പഠിച്ച് ചെയ്യുന്ന ഒരു പരിപാടികളാണ് സർവാംഗാസനം. അതുപോലെ നമ്മൾ ഏറ്റവും പ്രാണായാമത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഈ ഓൾട്ടർനേറ്റീവ് ബ്രീത്തിങ് എക്സർസൈസ്, അനുലോമ വിലോമ പ്രാണായാമം. അതായത് നമ്മുടെ കൈ ഇങ്ങനെയും ഇതിലേക്ക് പിടിക്കുക. ഇങ്ങനെ, അതായത് നിങ്ങൾ മോതിരവിരലും തള്ളവിരലും ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ തള്ളവിരലുകൊണ്ട് ഈ വലതേ മൂക്ക് അടച്ചു പിടിക്കുക. ഇടതേ മൂക്കിലൂടെ ദീർഘമായിട്ട് ശ്വാസം വലിച്ചു കയറ്റുക. ഇടതേ മൂക്ക് അടച്ച് വലത് തുറന്നിട്ട് വലതിലൂടെ പുറത്തേക്ക് വിടുക. ഈ വലതിലൂടെ വലിച്ചു കയറ്റുക. വലതടച്ച് ഇടത് തുറന്ന് ഇടതിലൂടെ പുറത്തേക്ക് വിടുക. ഇനി ഇടതിലൂടെ വലിക്കുക, അടച്ച് വലതിലൂടെ പുറത്തേക്ക് വിടുക. ഇതാണ് അനുലോമ വിലോമ പ്രാണായാമം. ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്, സിമ്പിളാണ്. പ്രാണായാമത്തിൽ ഷഡ് പ്രാണായാമങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും ഒരു ഗുരുവിന്റെ കീഴിൽ നിന്ന് പഠിക്കേണ്ടതും മാത്രമല്ല, ഈ പ്രാണായാമങ്ങൾ ചെയ്യുമ്പോൾ വളരെ നിഷ്ഠകളും ഉണ്ടായിരിക്കും വേണം. പ്രത്യേകിച്ച് യമനിയമങ്ങൾ പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ പ്രാണായാമം കൊണ്ട് വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കാരണം പ്രാണനെ വശീകരിക്കുന്ന വിദ്യയാണിത്. അതായത് നമുക്ക് സിംഹത്തിനെ നമ്മൾ പാട്ടിലാക്കി കഴിഞ്ഞാൽ സിംഹത്തിനെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് സർക്കസ് ചെയ്യിപ്പിക്കാൻ പറ്റും. സിംഹത്തിനെ ശരിയായ രീതിയിൽ നമ്മൾ പാട്ടിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ സിംഹം നമ്മളെ പിടിച്ച് പാട്ടിലാക്കും. മനസ്സിലായോ? അതാണ് പ്രാണായാമത്തെ കൊണ്ടുള്ള കളി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രാണായാമത്തിനെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ പ്രാണായാമം ചെയ്താൽ അതിമാനുഷികമായി ഇങ്ങനെ കഴിവുണ്ടാക്കുന്നതൊക്കെ പുസ്തകത്തിൽ എഴുതുകയാണ്. പക്ഷെ അതൊന്നും കണ്ട് ആരും അങ്ങനെയുള്ള പ്രാണായാമം ഒന്നും ചെയ്തു പോകരുത്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഞാൻ ഈ യോഗ ഫീൽഡിലേക്ക് വരുന്നത് എൻ്റെ 13ാമത്തെ വയസ്സിലാണ് സ്വാമി ധർമാനന്ദ യോഗിയായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ യോഗയിൽ ഇനിഷ്യേഷൻ എടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൽ നിന്നാണ് യോഗ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ പഠനം നടത്തിയത്. പിന്നീടാണ് ഞാൻ നെയ്യാക്കാമിൽ നിന്ന് നമ്മുടെ പറക്കൂർ സ്വാമിയുടെ ആശ്രമത്തിൽ നിന്ന്, സ്വാമി വിഷ്ണുദേവാനന്ദയുടെ ആശ്രമത്തിൽ നിന്ന് ഞാൻ യോഗയുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് പാസ്സാകുകയും ചെയ്ത ഒന്നാണ്. അപ്പോൾ ഈ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഈ കടുത്ത പ്രാണായാമങ്ങളൊന്നും നിഷ്ഠയില്ലാത്ത ഒരാളും ചെയ്യരുത്. ഈ ശരിയായ രീതിയിൽ യമനിയമങ്ങൾ പാലിക്കുന്ന ഒരാൾ മാത്രമേ യോഗ ചെയ്യാൻ അർഹരാകുള്ളൂ. യമം എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യാസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ യമ. നിയമം എന്ന് പറയുന്നത് ശൗച, സന്തോഷ, സ്വാധ്യായ, ഈശ്വര പ്രണിധാന നിയമ. അങ്ങനെ യമനിയമങ്ങൾ ക്രിസ്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ 10 കൽപ്പനകൾ, 10 കമാൻഡ്മെന്റ്സ്. ഇത് പാലിക്കുന്നവരാണ് യോഗ ചെയ്യാനായിട്ട് അർഹനായിട്ടുള്ളത്. മനസ്സിലായോ?
അപ്പോ ഇതെല്ലാം ഇല്ലാതെ ഈ പ്രാണായാമത്തിലേക്ക് കയറി പിടിച്ചാൽ പലതരം ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. അപ്പൊ പിന്നെ അപ്പൊ ഈ ടോട്ടൽ റിലാക്സേഷന് വേണ്ടി, അതായത് ശരിയായ വിശ്രമം, പ്രോപ്പർ റിലാക്സേഷന് വേണ്ടി ശരിയായ വിശ്രമത്തിൽ നമ്മൾ ചെയ്യാവുന്നത്, നിങ്ങളുടെ വീട്ടിൽ തന്നെ കിടക്കുന്നതിന് മുമ്പ് ബെഡിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ കാൽപാദം മുതൽ, പ്രത്യേകിച്ച് തള്ളവിരൽ മുതൽ മറ്റെല്ലാ വിരലുകളെയും മനസ്സിൽ കണ്ട് അത് അയഞ്ഞ് വിശ്രമിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. അവിടുന്ന് മുകളിലേക്ക് കയറി ആ കാലിന്റെ പിന്നെ നിങ്ങളുടെ ഈ കുറച്ചുകൂടി മുകളിലേക്കുള്ള ഭാഗം അവിടെയും കണ്ട് വിശ്രമിക്കണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടെ വരെ കണ്ട് വിശ്രമിക്കുക, പിന്നെ മുട്ട് കണ്ട് വിശ്രമിക്കുക, പിന്നെ കൈ ഭാഗം കണ്ട് വിശ്രമിക്കുക, നിങ്ങളുടെ ഹിപ്പ് കണ്ട് വിശ്രമിക്കുക. പിന്നെ ആന്തരിക അവയവങ്ങളെ ഓരോ അവയവങ്ങളുടെയും പാർട്ടായിട്ട് നിങ്ങൾ കണ്ട് അതിനെ റിലാക്സ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. പിന്നെ ഓരോ ഭാഗങ്ങളുടെ തലമുടി വരെ കണ്ട് റിലാക്സ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ റിലാക്സ് ചെയ്താൽ ആ റിലാക്സേഷൻ തന്നെ നിങ്ങൾ ഉറങ്ങിപ്പോകും. ശരിയായ രീതിയിൽ നിങ്ങൾ കണ്ട് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ കിടന്ന് ഉറങ്ങി. ബെസ്റ്റ് റെമഡിയാണ്. ഓരോ ഭാഗങ്ങളെ കണ്ട് അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു 6 തവണ ഡീപ് ബ്രീത്തിങ് എടുത്താണ് ചെയ്യണമെങ്കിൽ ഉറക്കം സുന്ദരായി. ഡീപ് ബ്രീത്തിങ് എടുക്കാം. എന്നിട്ട് ഈ കാലിന്റെ പെരുവിരലുകൾ മുടി വരെ കണ്ടിട്ട് റിലാക്സ് ചെയ്യും. അത് പ്രോപ്പർ റിലാക്സേഷൻ ടെക്നിക്കാണ്. അത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ആദ്യം നിന്ന് കിടന്നിട്ട് അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സൗഖ്യവും സന്തോഷവും ആനന്ദവും അനുഭവപ്പെടുന്നു. നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അതെ, അതാണ്. അങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. നമുക്ക് ടൈം കൂടാത്തതുകൊണ്ട് ഞാൻ ഈ ഏതായാലും എന്തോ ഇനിയിപ്പോൾ 2 മിനിറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്ക് നിന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും പറയാം, ഞാൻ പറയാം. ഇനി ഞാൻ എഴുതിയ ഒരു യോഗ, അതായത് ഒരു സാധാരണക്കാരൻ അനുഷ്ഠിക്കേണ്ട യോഗ ആസനങ്ങൾ, അത് എൻ്റെ ഇത്രയും കാലത്തെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ്. അതുപോലെ അതിനകത്ത് ഒരുപാട് ഈ ഒരാൾ പാലിക്കേണ്ടത്, അതുപോലെ ഭക്ഷണക്രമങ്ങളിൽ പാലിക്കേണ്ടത് ചില കാര്യങ്ങളിൽ. ഇപ്പോൾ ഈ വിരുദ്ധാഹാരങ്ങൾ ഏതാണെന്ന് പലർക്കും അറിഞ്ഞൂടാ. ചില ആഹാരങ്ങൾ തമ്മിൽ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആരും കടന്നു പോകില്ല. പക്ഷെ അതൊക്കെ പലതരത്തിൽ ഈ വാദത്തെ കോപിപ്പിച്ചിട്ട്, പിത്തത്തെ വർദ്ധിപ്പിച്ച്, കഫത്തെ കൂട്ടിയിട്ടൊക്കെ പല അസുഖങ്ങളുണ്ടാകും. കാരണം പ്രദോഷങ്ങളാണ് മനുഷ്യ ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ക്രമപ്പെടുത്താനുള്ള കുറേ മാർഗങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഒപ്പം തന്നെ യേശു സൂത്രങ്ങളും യോഗ സൂത്രങ്ങളും എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈബിളും നമ്മുടെ യേശുവിൻ്റെ വചനങ്ങളും അതുപോലെ യോഗയിലെ പതഞ്ജലി യോഗ സൂത്രത്തിൽ പറയുന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയിരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി ഇതിൻ്റെ വില 270 രൂപയാണ്. ഇവിടെ താല്പര്യമുള്ള ആളുകൾക്ക് 70 രൂപ കുറച്ച് 200 രൂപയ്ക്ക് അതിപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ കിട്ടും. താല്പര്യമുള്ളവർക്ക് വാങ്ങും. ഒരു ചോദ്യമുണ്ട്, തപസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തെ തന്നെ ചൂടാക്കുന്നു, മനസ്സിനെ ചൂടാക്കുന്നു. തപം എന്നതിനെ ചൂടാക്കുക എന്നാണ്. അപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ചൂടാക്കുന്നത് അതനുസരിച്ച് ആ പ്രവർത്തനത്തിലേക്ക് അത് കത്തിപ്പിടിക്കും. അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചു. ഫലം അതിന്റെ നമ്മൾ എന്താണ് ഇന്റൻഷൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മളിപ്പോ ഒരു ഇന്റൻഷൻ ഉണ്ടാവുമല്ലോ, തപസ് അനുഷ്ഠിക്കുന്നതിന് ഒരു ഇന്റൻഷൻ ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനകത്തേക്ക് നമ്മൾ കത്തും. ഇപ്പൊ ഉദാഹരണത്തിന് സൂര്യപ്രകാശം അവിടെ നിന്ന് വരുന്നു, നമ്മളുടെ ഉദ്ദേശം അവിടെ കിടക്കുന്ന കൈകളെ കത്തിക്കണം. നമ്മളൊരു ലെൻസ് ഇവിടെ വെച്ച് പിടിക്കുന്നു. ആ ലെൻസിലൂടെ കടന്നു വരുന്ന രശ്മികൾ അങ്ങ് പോയി കുറേ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ ഇല കത്താൻ തുടങ്ങും. അത് തമസാണത്. മനസ്സിലായി. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ചോദിച്ചെന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ചോദിച്ചത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ.